എന്നാണ് അന്ത്യനാൾ എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ പുണ്യ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി മൻ യഖൂലു അല്ലാഹ് 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 എന്ന ഖാലിസായി മുഖ്ലിസായി പറയുന്ന ഒരാൾ ഇല്ലാതെ വന്നാലാണ് ഇവിടെ എന്തുണ്ടാവുക? ഖിയാമത്ത്. അപ്പൊ അതാണ് തൗഹീദ്. ദീനിന്റെ നല്ല ഉഷാറിലിരിക്കണ്ട. ദീനിന്റെ അടിസ്ഥാന എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിസ്കരികൾ നോമ്പുകൾക്കൊന്നുമല്ല, അതൊക്കെ ശാഖാപരമായ കാര്യമാണ്. അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും അംഗീകരിക്കൂല. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെ അംഗീകരിക്കൂല. ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാത്ത ഒരാളും ഇല്ല. ഏതൊരു കാര്യത്തിന്റെയും പിന്നിൽ അള്ളാഹു അല്ലാതെ ഇല്ല. ഒരു ഉപദ്രവം ഒരു ഉപകാരം നിനക്ക് ലഭിച്ചതിന്റെ പിന്നിൽ, ഒരു ഷർറിനെ അഭിമുഖീകരിക്കുന്നതിന് പിന്നിൽ അള്ളാഹു തടഞ്ഞാൽ ആ ഷർറ് നിന്നെ അഭിമുഖീകരിക്കുകയില്ല. ഒരു ഉപകാരം അള്ളാഹു വിചാരിക്കാതെ നിന്നിൽ എത്തുകയില്ല. ഇതാണ് എന്തിന്റെ അടിസ്ഥാനം? ഇതാണ് എന്ത് വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല. ഇതാണ് എന്ത്? തൗഹീദ്. അപ്പൊ എന്തിനും അല്ലാഹു മതി. ഈ വിശ്വാസക്കാർ ഏത് കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിരുന്നു? ഇതാണ് യഥാർത്ഥ വിശ്വാസം. വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയപ്പോഴും ഉണ്ടായിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ ഇറങ്ങാത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏത് കാലത്തും ഇതില്ലെങ്കിൽ ആകാശത്തെ അല്ലാഹു തആല ഭൂമിയുടെ മേൽ മറിച്ചിടും. ഈ സന്ദേശം പറയാനാണ് പ്രവാചകന്മാർ വന്നത്. ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രബോധകന്മാർ ലോകത്ത് പുറപ്പെട്ടിട്ടുള്ളത്. എല്ലാം വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം, ഇത് മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. അവർ അല്ലാഹു അല്ലാത്ത ഒരാളെയും അവര് കണക്കാക്കൂല. അതിനർത്ഥം ഉമ്മ വാപ്പാക്ക് നന്ദിയൂല എന്നല്ല. ഉമ്മ വാപ്പാക്ക് നന്ദിയാ. ഉപകാരം ചെയ്യുന്നവന് പ്രത്യുപകാരം ചെയ്യാം. മനസ്സിലായില്ല? ഉപകാരം ചെയ്യുന്നവന് പ്രത്യുപകാരം ചെയ്യാം. ബാപ്പായമ്മാനെ പേടിക്കാം, ഒക്കെ ഉണ്ട്. പക്ഷേ ആത്യന്തികമായി അവർ ആരെ അംഗീകരിക്കുള്ളൂ? അള്ളാഹുവിനെ. ഇതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. വളരെ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. അതാണ് തൗഹീദിന്റെ ജമാലിയത്തും ജലാലിയത്തും. അതിന്റെ മേലാണ് ഈ പ്രപഞ്ച സംവിധാനം നടന്നിട്ടുള്ളത്. അതില്ലാതെയായ പ്രപഞ്ചത്തിന് ഒരു നിലനിൽപ്പുണ്ടാവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഔലിയാക്കന്മാർ ലോകത്ത് റോന്തിയിട്ടുള്ളത്. ഇന്ന് ശിർക്ക് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്ന പല കാര്യങ്ങളുടെയും ഉദാഹരണം പറയാം. ഒരു മഖബറയിൽ കിടക്കുന്ന വലിയാവണമെങ്കിൽ ആ വലിയന്റെ മുഖ്യമായ ലക്ഷ്യം എന്താകണം? തൗഹീദ് പ്രചരിപ്പിക്കലാകണം. അല്ലെങ്കിൽ വലിയാവൂല. നിസ്കരിച്ചതുകൊണ്ട് വലിയാവുകയില്ല. നോമ്പ് നോറ്റതുകൊണ്ട് വലിയാവുകയില്ല. ഏത് വിലായത്തിന്റെയും അടിസ്ഥാനം തൗഹീദി പ്രചരണമായിരിക്കണം. അത് പ്രചരിപ്പിക്കാൻ പറഞ്ഞാൽ കേവലം പറയാന്നുള്ളതല്ല. അതവരുടെ നിലകൊള്ളൽ തന്നെ. അവരെവിടെ കുലുങ്ങൂല. ലോകാകെ കുലുങ്ങിയാൽ അവർക്ക് പേടിയില്ല. അവരാരെ മാത്രമേ പേടിക്കുള്ളൂ? അല്ലാഹ്. ഈ സംഹിത ഏത് കാലഘട്ടത്തിലും ലോകത്ത് നിലനിന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് അങ്ങോട്ട് നോക്കുക അമ്പിയാക്കന്മാർ വന്നിട്ടുള്ളത്. അതില് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം AD 32 ഈസ നബിയെ ഉയർത്തപ്പെട്ടു. സയ്യിദുനാ ഈസ അലൈഹി, അതായത് സയ്യിദുനാ ആദം, സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മാനവരാശിയിൽ ഇത് പറയാൻ വേണ്ടി പ്രവാചകന്മാർ വന്നു. ഇങ്ങനെ അവർ കൃത്യമായി ഓരോ പ്രദേശങ്ങളിൽ ഈ സന്ദേശം ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി വന്നു. അതിൽ അവസാനത്തെ നബിയാണ് ഈസ അലൈഹിസ്സലാം. ഈസ AD 32 ഉയർത്തപ്പെട്ടു. പിന്നെ AD 610 പുണ്യ റസൂലിന് നുബുവത്ത് കിട്ടി. ഇതിനിടയ്ക്ക് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാലത്തിന് ഫത്രത്തുൽ വഹി എന്ന് പറയാം. ആ കാലത്ത് വഹി ഭൂമിയിലില്ല. ശ്രദ്ധിക്കണേ. AD 32 ഉയർത്തപ്പെട്ടു. ആര്? ഈസായെ ഉയർത്തപ്പെട്ടു അലൈഹിസ്സലാം. AD 610 നുബുവത്ത് കിട്ടി മുസ്തഫ നബിക്ക്. അപ്പൊ അതിനിടയിൽ ഏകദേശം ഒരു 600ഓളം വർഷം, 600-നടുത്ത വർഷം ലോകത്ത് എന്തില്ല? വഹിയില്ല. അവസാനമായി വന്ന നബിയാണ് ആര്? ഈസ. ഉറക്കെ പറയാം. അവസാനം വന്ന നബിയാണ് ആര്? ഈസ. ഈസ AD 32 മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. AD 610 മുസ്തഫ നബിക്ക് നുബുവത്ത് കിട്ടി. ഇതിനിടയിൽ ഒരു 600-നടുത്ത് വർഷങ്ങൾ ഭൂമിയിൽ ഫത്രത്തുൽ വഹി എന്നാ പറയാ. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ആർക്കും വഹിയില്ല, നബിയില്ല.
നബിമാരില്ല. ചിന്തിക്കുക. ഈ കാലഘട്ടത്തിലും ഈ പ്രവാചകന്മാർ പിന്നെ ആ കാലഘട്ടത്തിൽ എന്ത് നടന്നു എന്നാൽ ഈ ജൂതന്മാര് അവരുടെ വേദഗ്രന്ഥത്തെയും അവരുടെ നിയമസംഹിതകളെയും നശിപ്പിച്ചു. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയണ്ട. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയാൻ AD 29 ഈസാക്ക് ഇഞ്ചീൽ കിട്ടുന്നത്. AD 32 ഈസായെ ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇഞ്ചീലുമായി ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിക്കുന്നത് 3 വർഷമാണ്. മനസ്സിലായില്ല? AD 29 ഈസാ നബിക്ക് ഇഞ്ചീൽ കിട്ടുന്നത്. AD 29 AD 32 ഈസായെ ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇഞ്ചീലും കൊണ്ട് ഈസാ നബി ജീവിക്കുന്നത് 3 വർഷം, കേവലം 3 വർഷം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ പരക്കെ അത് അംഗീകരിക്കപ്പെടുന്ന ശൈലിയിൽ അതിനെ പ്രബോധനം ചെയ്യാനുള്ളൊരു സാഹചര്യം ആർക്കില്ല? ഈസക്കില്ല അലൈഹിസ്സലാം. സയ്യിദുനാ ഈസയാകട്ടെ മൊത്തം ലോകത്തിലുള്ള ഒരു നബിയുമല്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്നാൽ ഒരു ഇരുളടഞ്ഞ കാലഘട്ടമാണ് ഈ 6 നൂറ്റാണ്ടുകൾ. ഇത് ഫത്രത്തുൽ വഹി എന്നാ പറയാ. അക്കാലത്ത് വഹിയില്ല, പ്രബോധകന്മാരില്ല, വേദഗ്രന്ഥത്തെ നശിപ്പിച്ചു. 3 വേദഗ്രന്ഥമാണ് നേരത്തെ വന്നത്. തൗറാത്ത്, പിന്നൊന്ന് സബൂർ, ഇൻജീൽ. തൗറാത്തിനെ ജൂതന്മാര് അതിനെ പഠിക്കുക എന്നതിൽ നിന്ന് മടിയന്മാരായി. പിന്നെ അവർ ബാബിലോണിയ വാസ കാലഘട്ടത്തിൽ അത് അവർക്ക് ജെറൂസലേമിൽ നിന്ന് പോയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ബാബിലോണിയ വാസ കാലഘട്ടത്തിൽ അവര് ശ്രമം നടത്തി. 2ാം ബാബിലോണിയ വാസകാലത്ത് AD 2-ാം നൂറ്റാണ്ടിലാണ് അവർ പുതിയ വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയത്. ഇപ്പോൾ ജൂതന്മാരുടെ വേദഗ്രന്ഥം തെൽമൂദാണ്, തൗറാത്തല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് AD 2-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ വേദഗ്രന്ഥം അവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ജൂതന്മാർ. അതിനാണ് തെൽമൂദ് എന്ന് പറയാം. ഇപ്പോൾ അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് തെൽമൂദിനെയാണ്. അതും മുസ്തഫ നബി വരുന്നതിന്റെ ഏകദേശം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവർ തൗറാത്തിൽ നിന്ന് എങ്ങോട്ട് മാറുന്നത്? തെൽമൂദിലേക്ക് മാറുന്നത്. നല്ലോണം മനസ്സിലാക്കണം. പിന്നെയോ സബൂറിന്റെ കാര്യമായിട്ട് പറയുകയും വേണ്ട. സബൂറിന്റെ അവസ്ഥ എന്തെന്നാല് ഈസാ നബിയുടെയും 1000 കൊല്ലം മുമ്പാണ് സബൂർ ഭൂമിയിൽ വരുന്നത്. സബൂർ ആകെ BC 998 മുതൽ BC 923 വരെയുള്ള 75 വർഷം മാത്രമാണ് തെൽമൂദിന് സബൂറിന് ഭൂമിയിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട്? അതാണ് ദാവൂദി സുലൈമാനി കാലഘട്ടം അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ ഇഞ്ചിൽ വന്നു. ഇഞ്ചിലാകട്ടെ ഈസാ നബി കൈകാര്യം ചെയ്തത് 3 കൊല്ലമാണ്. അപ്പൊ പരക്കെ ജനങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള സാഹചര്യങ്ങൾ പരക്കെ ആ കാലഘട്ടത്തിലൊക്കെ കുറവാണ്. കിട്ടിയവർ നശിപ്പിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു ഈ ഭൂമിയെ മെല്ലെ മെല്ലെ മനുഷ്യന്റെ കൽബിലേക്ക് ഇതൊന്നും ശരിയല്ല എന്ന ചിന്ത ഇട്ടുകൊടുത്ത ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ. അതിന് ഫിത്രത്ത് സലീമത്തിനെ സംരക്ഷിക്കുക എന്ന് പറയും. ഫിത്രത്ത് സലീമത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് ഭൗതിക സാഹചര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും അവർ ഈ കുമ്പിടാനൊന്നും പോകൂല. ഉദാഹരണം പറയാം, സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല, കള്ളുടിച്ചിട്ടില്ല. അലി ബിൻ അബി ത്വാലിബ് ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല, കള്ളുടിച്ചിട്ടില്ല. എന്നില്ല ജാഹിലിയ കാലത്ത് തന്നെ ഇല്ല. ജാഹിലിയ കാലത്ത് തന്നെ ഇല്ല. മനസ്സിലായല്ലോ? സിദ്ദീഖുൽ അക്ബറിന് കള്ളിന്റെ രുചി അറിയില്ല, ബിംബത്തിന് കുമ്പിടലും അറിയൂല. ഒരു ബിംബമുള്ള മുറിയിൽ ഇരുന്നിട്ടില്ല. ആര്? സയ്യിദ്ന സിദ്ദീഖ്. ഇത് വേദഗ്രന്ഥത്തിന് കിട്ടിയതാണോ? അല്ല. ഇത് ഒരു ഫിത്രത്തു സലീമത്തിനെ സംരക്ഷിച്ചു പോലെയാണ് അതിന്റെ അർത്ഥം. അതായത് അവർക്ക് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഏതൊരു മനുഷ്യനെയും അല്ലാഹു തആല ഒരു ഫിത്രത്തു സലീമത്തിലാണ് പടക്കുന്നത്. അത് ദീനാണ്. അവിടെ ഫിത്രത്തിന് ഫത്ഹുൽ ബാരി കൊടുക്കുന്ന അർത്ഥം അൽ ഫിത്രത്തു അദ്ദീനുൽ ഖാലിസുന, ശുദ്ധമായ ദീൻ. ഏതൊരു മനുഷ്യനും മുസ്ലിമായിട്ട് ശുദ്ധരായി ജനിക്കുക. അതിനെ പിന്നെ ചില ആളുകൾ നശിപ്പിക്കാതെ കൊണ്ടുവരും. അവർക്ക് വേദഗ്രന്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവര് ബിംബത്തിന് കുമ്പിടാൻ പോകൂല.
നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ ആളുകൾ ഉണ്ടാവേണ്ട നാട് തന്നെയാണ് ഏത്? മക്ക. എന്തുകൊണ്ട്? നിങ്ങൾ എന്റെ കൂടെ വരുന്നത് ചിന്തിക്കണം. ഞാനിവിടെ ഖദീജയിലേക്ക് കൊണ്ടുവരികയാണ് റളിയല്ലാഹു അൻഹ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഖദീജ നേരത്തെ തന്നെ മോശമല്ല എന്നാണ് റളിയല്ലാഹു അൻഹ. അതിന് ഖദീജക്ക് ഒന്ന് ഫിത്രത്തു സലീമത്ത്, രണ്ട് ഒരു മുഅല്ലിമുണ്ട്. ആരാണ് മുഅല്ലിം? വറഖ. വറഖ ലം യുശ്രിക് ബില്ലാഹി അബദൻ, ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളാണ് ആര്? വറഖ. വറഖയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി നശിച്ചിട്ടുണ്ട്. പക്ഷെ നശിച്ച ക്രിസ്ത്യാനിറ്റിയെ അവലംബിക്കുന്ന ആളായിരുന്നില്ല ആര്? വറഖ. ജൂദായിസവും നശിച്ചിട്ടുണ്ട്. ജൂത വേദഗ്രന്ഥവും വറഖക്ക് അറിയും, ക്രിസ്തീയ വേദഗ്രന്ഥവും വറഖക്ക് അറിയും. പക്ഷെ ഇത് രണ്ടിനെയും വറഖ ആശ്രയിക്കില്ല. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇവിടെ ഉമ്മുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിലും ഉമ്മാണ് ആര്? ഖദീജ. ഈ ഖദീജയെ ആരാണെന്ന് പഠിക്കേണ്ടത്. ഖദീജ അത്വാഹിറ, പരിശുദ്ധയാണ്. ഖദീജ ബിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് എന്ത്? അത്വാഹിറ. ത്വാഹിറ. ത്വാഹിറ എന്ന് പേരുണ്ട് ആർക്ക്? ഖദീജ ബിവിക്ക്. ശുദ്ധ, പരിശുദ്ധ. എങ്ങനെ? വിശ്വാസപരമായും പരിശുദ്ധയാണ്, കർമ്മപരമായും പരിശുദ്ധയാണ്, എല്ലാ നിലയിലും പരിശുദ്ധയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഫിഅലൻ വഅതിഖാദൻ വസുലൂകൻ വഅഖ്ലാഖൻ വസീറത്തൻ, എല്ലാം അത്വാഹിറ. ഖദീജ ബിവിക്ക് ഒരുപാട് പേരുകളുണ്ട്, ഞാൻ പിന്നീട് കാണിക്കും. ഒരു പേരാണ് എന്ത്? ത്വാഹിറ. ത്വാഹിറ, പരിശുദ്ധ. ഒരു കാലത്തും ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത പെണ്ണാണ് ആര്? ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഖദീജ ബീവിക്ക് 55 വയസ്സാണ്. ജിബ്രീൽ വരുമ്പോൾ അലൈഹിസ്സലാം ഖദീജ ബീവിക്ക് എത്ര വയസ്സാണ്? എത്ര? 55 വയസ്സാണ് ഖദീജ ബീവിക്ക്. പക്ഷേ ഖദീജ ബീവി ജിബ്രീലിനെ കൊണ്ട് ഒന്നും തിരുത്താനില്ലാത്ത പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീലിനെ പറയാനുള്ളത് അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കരുതെന്നല്ലേ? ആ പണി നേരത്തെ ചെയ്തു വരുന്ന ആളാണ് ആര്? ഖദീജ. ഇവിടെ ഇത്, അതായത് ഈ പരമ്പര വരുന്നത്, അഹ്ലു ബൈത്തിന്റെ പരമ്പര വരുന്നത് വളരെ ശുദ്ധമായ ഒരു മുരട്ടുന്നാണ്. ആ രണ്ട് മുരട് എന്ന് പറഞ്ഞാൽ ഒന്ന് മുസ്തഫ നബിയും ഒന്ന് ഖദീജ ബീവി അല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, പറയും. ഈ മുരട് എന്ന് പറഞ്ഞാൽ ആ മുരടിൽ ഒരു കാലത്തും കലർപ്പ് എന്ന സംഗതി ഉണ്ടായിട്ടേ ഇല്ല. അതിലിപ്പോ നമുക്ക് നബിയെ മനസ്സിലാക്കാൻ, നബി അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സംരക്ഷിക്കുക സ്വാഭാവികമാണ്. പക്ഷെ അതേ സമയത്ത് ആരെ സംരക്ഷിച്ചിട്ടുണ്ട്? ഖദീജയെയും റളിയല്ലാഹു അൻഹ. ലം തുശ്രിക് ബില്ലാഹി അബദാ. വീണ്ടും ഞാൻ തെളിവ് കാണിച്ചിരുന്നു. ചിന്തിക്കണം. നിങ്ങൾ ഈ തരുണിമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറി ഇരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഈ മാളിക മുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആളല്ല ആര്? ഖദീജ എന്ന് പറഞ്ഞാൽ ഒരു മാണിക്കക്കല്ലാണ്. അതിനെപ്പറ്റി ഒരു ഗൗരവമായ പഠനമാണ് ഈ നടത്തുന്നത്. ഇങ്ങനെ ഒരു പഠനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പഠനമാണ് ഈ നടത്തിയിരുന്നത്. ഈ ഖദീജ വളരെ ചിന്തിക്കണം, മനസ്സിലാകേണ്ട പറഞ്ഞത്. ഖദീജ ഭയങ്കര ആളാണ്. ഖദീജ ത്വാഹിറ. ഖദീജയുടെ ഒരു പേരാണ് എന്ത്? ത്വാഹിറ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഒരു പെണ്ണിനെ ത്വാഹിറ എന്ന് പേരിടും. ഓള് ചിലപ്പോ വളരെ മോശമായിരിക്കും, എന്നാലും അവൾക്ക് പേരിടും എന്ത്? ത്വാഹിറ. അതല്ലത്. ഇത് ആ ശുദ്ധത കൊണ്ട് മക്കൾക്കാർ കൊടുത്ത പേരാണ് എന്ത്? ത്വാഹിറ. ഒറിജിനൽ പേരെന്താ? ഖദീജ. പക്ഷെ മക്കൾക്കാർ പരിശുദ്ധയായത് കൊണ്ട് ഇട്ട പേരാണ് എന്ത്? ത്വാഹിറ. എങ്ങനെയെല്ലാം പരിശുദ്ധ, എങ്ങനെയും പരിശുദ്ധ. ഒന്ന് ഇഅ്തിഖാദൻ, വിശ്വാസപരമായിട്ട് അല്ലാഹുവിനെ സമ്പൂർണമായി ഉറപ്പിച്ച പെണ്ണാണ് നേരത്തെ കാലത്തെ ആര്? ഖദീജ. ഇവിടെ വേറൊരു പോയിന്റിലേക്കും കൂടി ഞാൻ വരാം. ചിന്തിക്കും. ഏത് ബുദ്ധിയും നിഷേധിക്കുന്നതാണ് എന്റെ ബിംബത്തിനെ കുമ്പിടുക എന്നുള്ളത്. ബുദ്ധി അംഗീകരിക്കൂല. സലീമായ ഒരു ബുദ്ധിയും നേരെ ചൊവ്വേ പോകുന്ന ഒരു ബുദ്ധിയും എന്താ അംഗീകരിക്കൂല? ബിംബത്തിനെ കുമ്പിടുക എന്നുള്ള സംഗതി ഒരു ബുദ്ധി അംഗീകരിക്കൂല. ഒരു ബുദ്ധി അംഗീകരിക്കൂല. എങ്കിൽ അഖീലത്ത് ഖുറൈശി എന്നാണ് ആരുടെ പേര്? ഖദീജ ബീവിയുടെ. അഖീലത്ത് ഖുറൈശാണ്. ഖുറൈശികളിലെ ഏറ്റവും ബുദ്ധിമതിയാണ് ആര്? ഖദീജ. അപ്പോൾ ഖദീജ ബിംബത്തിന് കുമ്പിടാതിരിക്കൽ സ്വാഭാവികമാണ്. കാരണം ബുദ്ധി അംഗീകരിക്കാത്ത കാര്യമാണ് ബിംബത്തിന് കുമ്പിടൽ.
ഒരിക്കലും ബുദ്ധി അംഗീകരിക്കൂല. ഒരു ബിംബത്തിന് ഒരു കല്ലിനെ മനുഷ്യൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധി അംഗീകരിക്കൂല, അതൊരിക്കലും അംഗീകരിക്കൂല. അപ്പോൾ പിന്നെ ഹജറുൽ അസ്വദില്ല, ആരോ ഹജറുൽ അസ്വദിനെ കുമ്പിടുന്നത്? ഹജറുൽ അസ്വദ് സ്വർഗത്തിന് കൊണ്ടുവന്ന ഒരു കല്ല് എന്ന നിലയിൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മൾ അതിനെ ചുംബിക്കുന്നേ ഉള്ളൂ. ഭാര്യയെ ചുംബിക്കൽ ഭാര്യയെ ആരാധിക്കലല്ലോ. മനസ്സിലായില്ല? ഭാര്യ നമ്മുടെ ഒരു ആവശ്യ നിർവഹണത്തിന് വേദിയാവുമ്പോൾ ഒരാൾ ഭാര്യയെ ചുംബിക്കുന്നു വെക്കൂ, അത് അവളെ ആരാധിക്കലല്ലോ. എന്നതുപോലെ അപ്പുറമൊന്നും അല്ല എന്ത് ഹജറുൽ അസ്വദ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ഒരു അടയാളമായി ഭൂമിയിലേക്ക് കൊടുത്തയച്ചു. അപ്പൊ അതിനോടുള്ള ഒരു ബഹുമാനം അത്രേ ഉള്ളൂ, ഒരു സ്നേഹം, ഒരു കൊതിയും. മനസ്സിലായോ പറഞ്ഞത്? അത് തന്നെ അവിടെ എത്താനുള്ള ഒരു കൊതി. ഭർത്താവ് ഗൾഫിൽ നിന്ന് പെണ്ണിന് കത്തയച്ചു എങ്കിൽ ആ കത്തിന് അവള്, മനസ്സിലായോ പറഞ്ഞത്? ആ കത്തിന് അവള് എന്ത് ചെയ്ത് ഒരു 2 വരി കത്തയച്ചു. ആ കത്തിന് അവൾ മടക്കി വെച്ചു. പിറ്റേന്നൊന്ന് എടുത്തു നോക്കി, പിന്നെയും മടക്കി വെച്ചു. പിറ്റേന്ന് എടുത്തു നോക്കി, പിന്നെയും മടക്കി വെച്ചു. എന്താ കത്തിലുള്ളത്? എനിക്കിവിടെ സുഖം തന്നെ, നിനക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം, അത്രേ കത്തിലുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അതത്ര വടിവത്ത കൈപ്പടയൊന്നുമല്ല. എന്നാൽ പിന്നെ അവിടെ പാത്തി വെച്ചു. അടുത്ത മാസം എടുത്തു നോക്കി, പിന്നെ എടുത്തു നോക്കി, ഒന്നും ഇതില്ല, എനിക്കിവിടെ സുഖം തന്നെ, നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഭർത്താവ് മരിച്ച് 25 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ച്, പിന്നെ 35 കൊല്ലം കഴിഞ്ഞിട്ട് അവര് തൊണ്ടിയായി, വയസ്സത്തിയായി. അപ്പൊ പേരക്കുട്ടികൾ ഇങ്ങനെ പഴയ, പിന്നെ എന്താ പറയാ, പഴയ അലമാര തട്ടിക്കൊട്ടിയെടുത്ത് നിൽക്കുന്നിടത്ത് വല്യമ്മാന്റെ അടുത്ത് ഇങ്ങനെ പേരക്കുട്ടികൾ ഇങ്ങനെ പിന്നെ നിൽക്കുമ്പോഴും വല്യമ്മ എന്ത് ചെയ്യും, ആ പഴയ കൂറ പാഞ്ഞ ആ കത്ത് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അത് അങ്ങോട്ടും കൊണ്ട് നോക്കി അതൊന്ന് ചുംബിച്ചിട്ട്, നിങ്ങളെ വല്യാപ്പ ഗൾഫിൽ പോയ 1-ാം കൊല്ലം എനിക്ക് അയച്ച കത്താണ്. ഇത് കത്തിനെ ആരാധിക്കലല്ല, വല്യാപ്പാനോടുള്ള സ്നേഹമാണ്. അതന്നെ ഹജറുൽ അസ്വദ്. ബസ്, അതിനപ്പുറമൊന്നുമല്ല, ഒന്നുമല്ല. അപ്പൊ ഇത് ചെയ്യാത്ത അനവധി ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ആളുകൾ ഉണ്ടാകേണ്ട നാടാണ് ഏത്? മക്ക. എന്തുകൊണ്ട്? 2 കാരണം. ഒന്ന്, മക്കയുടെ ഫൗണ്ടർ ഇബ്രാഹിമാണ്. മുഹമ്മദ് മുസ്തഫ വരുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ദീനിന്റെ അടിത്തറയായ തൗഹീദ് ഉണ്ടാകാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഒന്ന്, മക്ക ഉമ്മുൽ ഖുറാ, എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവാണ് മക്ക. അപ്പോൾ മക്കയിൽ അത് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? മക്ക ഗ്രാമങ്ങളുടെ മാതാവാണ്, അത് ഉമ്മുൽ ഖുറയാണ്. മക്കയെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് അല്ലാഹു തആല. അപ്പോൾ മക്കയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. വഹാദൽ ബലദിൽ അമീൻ, വഹാദൽ ബലദിൽ അമീൻ, വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ, വഹാദൽ ബലദിൽ അമീൻ, വഹാദൽ ബലദിൽ അമീൻ. ഈ വിശ്വസ്തമായ നാട്ടിനെ തന്നെയാണ് സത്യം, ഈ വിശ്വസ്തമായ നാട്ടിനെ തന്നെയാണ് സത്യം. വിശ്വസ്ത ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം ചെയ്യാൻ അല്ലാഹു. എന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? നിർഭയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിർഭയമായ നാടിനെ തന്നെയാണ് സത്യം, ഈ വിശ്വസ്തമായ വഹാദൽ ബലദിൽ അമീൻ. അപ്പോൾ മക്കയിൽ ഈ ഒരു വിശ്വാസം, അടിസ്ഥാന വിശ്വാസം ഉള്ളവർ ഇല്ലാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതിൽ അപൂർവം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ മുഹമ്മദ്, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുല്ല എന്നവർ ഷിർക്കിന് പോകാത്ത ആളായിരുന്നു. ആമിന ബിന്തു വഹബ്, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. പക്ഷെ ഒരു സമൂഹത്തെയോ അതിന്റെ വ്യവസ്ഥിതിയോ മാറ്റാൻ അവർക്ക് കഴിയില്ല. പക്ഷെ അടിസ്ഥാനപരമായി അവരൊക്കെ നല്ലവരായിരുന്നു. ഈ അഭിപ്രായം ഒരുപാട് ഇമാമിയങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെയുണ്ട്, അത്തഅളീം വൽ മിന്ന ഫീ അബവൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന. التعظيم والمنة في أبوي رسول الله صلى الله عليه وسلم في الجنة എന്ന ഒരു കിതാബുണ്ട്. ആർക്ക്? ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിക്ക് റളിയല്ലാഹു അൻഹു.
അപ്പൊ നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ഈ ഒരു അള്ളാഹുവിന്റെ തൗഹീദും കൊണ്ട് നടന്ന ആളുകൾ ഒരുപാട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫത്രത്തുൽ വഹീന്റെ കാലഘട്ടത്തിൽ, വഹി മുറിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. അതിൽപ്പെട്ട ഒരാളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വരികയാണ്, സത്യത്തിൽ അദ്ദേഹം പേർഷ്യക്കാരനാ, പക്ഷെ അദ്ദേഹം തൗഹീദിന്റെ ആളാണ്. പ്രവാചകനെ അന്നൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഈ ബിംബത്തിന് കുമ്പിടുന്നത് ശരിയല്ല എന്ന ധാരണക്കാരനാണ് ആര്? സൽമാൻ. നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നബിയെ കാണുന്നതിന് മുമ്പ് തന്നെ സൽമാൻ ഫാരിസി നല്ല മനുഷ്യനാണ്. സൽമാൻ നല്ലവനായിട്ട് ഖദീജ എങ്ങനെ മോശമാവും? എനിക്ക് പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സൽമാൻ ഇങ്ങോട്ട് കൂട്ടിയല്ലോ. സൽമാനു മിന്നീ വ മിൻ അഹ്ലി ബൈതി. സൽമാൻ അഹ്ലി ബൈത്തിലേക്ക് പുറത്തുനിന്ന് എടുത്ത ഒരാളാണ് ആര്? സൽമാൻ. സൽമാൻ ഇങ്ങോട്ട് എടുത്തു. സൽമാൻ അത്ര പരിശുദ്ധനാണ്. സൽമാൻ ഒരിക്കലും ബിംബത്തിന് മുമ്പിട്ടില്ല. സൽമാന്റെ വീട്ടിൽ എന്തുണ്ടെന്നറിയും? സൽമാന്റെ വീട്ടിൽ വലിയ അവിടുത്തെ പ്രധാനപ്പെട്ട ജോത്സ്യന്റെ മോനാണ് സൽമാൻ. വീട്ടിൽ 10-200 ആളുകളുണ്ട് വിറക് കൊണ്ടുവന്നിട്ട് വിറക് കത്തിക്കാൻ. അതായത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി താവഴിയായി അവരുടെയൊക്കെ ബംഗ്ലാവുകളിൽ എന്താണ് കെടാത്ത അഗ്നിയുണ്ട്. അഗ്നിദേവനെ ആരാധിച്ചിരുന്ന അച്ഛന്റെ മോനാണ് ആര്? സൽമാൻ. പക്ഷെ ഒരിക്കലും സൽമാനായിരുന്നു പോയിട്ടില്ല. ചിന്തിക്ക്, സൽമാൻ പേർഷ്യക്കാരനാണ്. പേർഷ്യയിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ മക്കയിലില്ലാതിരിക്കും? ചിന്തിക്കുക. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇവരൊന്നും നാശമായിട്ട് നന്നായോരല്ല. നേരത്തെ തന്നെ നന്നായി അവർക്ക് തിരുത്താൻ ഒന്നുമില്ല. ഖദീജക്ക് തിരുത്താൻ ഒന്നുമില്ല. ഖദീജ നബിയാണോ? നബിയല്ല. പക്ഷെ ഖദീജക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം ഖദീജക്ക് അല്ലാഹു തആല നബുവത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഖദീജക്ക് ഒന്നും കഴിയാൻ കഴിയും, കാത്തിരിക്കാം. ഇവരാള് വരും എന്ന ധാരണ ആർക്കുണ്ട്? ഖദീജക്കുണ്ട്. അതെങ്ങനെ കിട്ടി? അതേ വിശ്വാസമുള്ള ഒരാൾ ഖദീജയുടെ കൂടെ ഉണ്ട്. അതാരാണ്? വറഖ. ഇനി നമ്മൾ മനസ്സിലാക്കണം, വറഖയെ പറ്റി നമ്മൾ പഠിക്കേണ്ടത് എന്താ? വറഖ വല്ലാത്ത ഏകദൈവ വിശ്വാസിയാണ്. ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇബ്നു ഇസ്ഹാഖ് തന്റെ സീറയിൽ പറയുന്ന ഒരു സംഭവം. وَاجْتَمَعَتْ قُرَيْشٌ يَوْمًا فِي عِيدٍ لَهُمْ عِنْدَ صَنَمٍ مِنْ أَصْنَامِهِمْ كَانُوا يُعَظِّمُونَهُ وَيَنْحَرُونَ لَهُ وَيَعْكِفُونَ عِنْدَهُ وَيُدِيرُونَ بِهِ. ഖുറൈശികൾ ഒരു സമയത്ത് അവരുടെ ഒരു ആഘോഷത്തിന് ഒരുമിച്ച് കൂടി. അലാ സ്വനമിൻ മിൻ അസ്നാമിഹിം, അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിന്റെ മേൽ ഒരുമിച്ച് കൂടി. ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് ലോകത്തെ പ്രാമാണിക ചരിത്രകാരനായ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും പ്രാമാണിക ചരിത്രകാരന്മാരിൽ പ്രധാനിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തന്റെ സീറയിൽ പറയുന്നതായി ഇബ്നു ഹിഷാം ഉദ്ധരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. ഇജ്തമഅത് ഖുറൈശ് യൗമൻ ഫി ഈദിൻ ലഹും മിൻ ഇൻദ സ്വനമിൻ മിൻ അസ്നാമിഹിം. ബിംബങ്ങളുടെ കൂട്ടത്തിലെ ഒരു ബിംബത്തിന് അടുക്കൽ ഒരുമിച്ച് കൂടി ഖുറൈശികൾ. കാനു യുഅല്ലിമൂനഹു, ആ ബിംബത്തെ അവർ ബഹുമാനിക്കുകയും വയൻഹറൂന ലഹു, ആ ബിംബത്തിന് വേണ്ടി അവർ അറക്കുകയും വയഅകിഫൂന ഇൻദഹു, അതിന്റെ അടുക്കൽ ഒരു ഇഅ്തികാഫ് ഇരിക്കുകയും വയുദീറുന ബിഹി, അതിനെ അവർ ചുറ്റുകയും ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുന്ന. ഫഖലസ മിൻഹും 4 നഫരിൻ, അതിൽ 4 ആളുകൾ ഈ കൂട്ടത്തിൽ, ഈ ഖറിയക്കാരായ 4 ആളുകൾ തന്നെ അതിൽ നിന്ന് മാറി നിന്നു. ഒരു 4 ആള് ഈ കൂട്ടത്തിൽ നിന്നും കൂടാതെ മാറി നിന്നിരുന്നു. ആരാണ് ആ 4 ആളുകൾ? അത് വറഖത്ത് ബിൻ നൗഫലിൻ വസലാസത്തുൻ ആഖറൂന, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട വറഖയും 3 ആളുകളും. അവർ ബിംബത്തിന് കുമ്പിട്ടതും ഇല്ല, അവരൊന്നും ചെയ്തില്ല. അവര് ഒരു ചരിത്രം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്ത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ബിംബത്തിന്റെ ഒരു ആഘോഷം നടക്കുകയാണ്. ബിംബത്തിനെ എത്തിക്കാപ്പിന്റെ അടുത്ത് എത്തിക്കാപ്പ് ഇരിക്കുന്നവരുണ്ട്, ബിംബത്തിനെ ചുറ്റി തവാഫ് ചെയ്യുന്നവരുണ്ട്, ബിംബത്തിന് വേണ്ടി അറക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ നടുവിൽ 2-3-4 ആളുകൾ ഇങ്ങനെ മാറി നിന്നു. അത് വറക്കയും വറക്കയുടെ കൂട്ടുകാരായ 3 ആളുകളും. ആ 4 ആളുകളാണ് മാറി നിന്നത്. അവര് തമ്മിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നു, വല്ലാഹി മാ ഖൗമുകും അലാ ഷൈഇൻ, ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഇബ്രാഹിമിന്റെ മാർഗത്തെ പഴപ്പിച്ചു, സയ്യിദുന ഇബ്രാഹിം എന്ന്. ഇതൊക്കെ റസൂലുള്ളാഹി വരുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ആരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്? വറഖയിൽ നിന്ന്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന ആളാണ് ആര്? വറഖ. വറഖ ഒരിക്കലും ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല. ആ വറഖയിൽ നിന്ന്, വറഖയാണ് മുസ്തശാർ. ആരുടെ? പറയട്ടെ, വറഖയാണ് മുസ്തശാർ. ഏതൊരു വിഷയം ഉണ്ടെങ്കിലും ഖദീജ ബീവി ആരോട് ചോദിക്കും?
വറക്കയോട് ചോദിക്കാത്തൊരു കാര്യം ഖദീജ ബീവി ചെയ്തില്ല. വറക്കാകട്ടെ വലിയതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ വറക്ക എന്തുണ്ടായിരുന്നു? വറക്കയുടെ കൂടെയുള്ള ആളുകളെ മുഴുവനും വറക്ക ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതാണ് ആ മൂന്നാളുകൾ. വറക്ക വലിയ പണ്ഡിതനാണ്. വറക്ക അത് ചെയ്യൂല. വറക്ക പറയാ ലാ യസ്മഉ വലാ യബ്സറു, കാണുകയില്ല കേൾക്കുകയില്ല, ലാ യദുറു വലാ യൻഫഉ, ഉപകാരം ചെയ്യൂല ഉപദ്രവം ചെയ്യൂല. അങ്ങനെയുള്ള ഈ ബിംബത്തിന് എന്തിനാണാവോ ഇവര് കുമ്പിടുന്നത്? ലഖദ് അഖ്തഉ ദീന ഇബ്രാഹിം, ഇവർ ഇബ്രാഹിമിന്റെ ദീനിനെ പിഴപ്പിച്ചവർ തന്നെ എന്ന് മക്കയിൽ ആഘോഷം നടക്കുമ്പോൾ മാറി നിന്ന് പറയുന്നുണ്ട്. ആര്? വറക്കയും കൂട്ടുകാർക്ക് ഇത് പഠിപ്പിച്ചത് വറക്കയാ. ഈ വറക്ക ലം യുശ്രിക് ബില്ലാഹി അബദാ, ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളാണ് ആര്? വറക്ക. എന്നാ വറക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ട്? അങ്ങനത്തെ ശക്തിയൊന്നുമില്ല. അങ്ങനത്തെ ശക്തിയൊന്നും വറക്കില്ല. അതൊന്നും ചെയ്യാനൊന്നും കഴിയൂല. ജനങ്ങൾ പേച്ചൊത്തൊന്നും ചെയ്യാനൊന്നും വറക്കൊക്കെ കഴിയില്ല. പക്ഷേ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും വറക്കയോട് അന്വേഷിച്ച് ചെയ്യുന്ന ആളായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഒരാൾക്കും പല ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഖദീജ ബീവിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വേറിട്ട് നിന്ന ഒരാളാണ് വറക്ക. അതുകൊണ്ട് ഏത് കാര്യവും ഖദീജ ബീവി ആരോട് അന്വേഷിക്കും? വറക്കയോട്. വറക്കയായിരുന്നു മക്കക്കാരുടെ മേൽ ഐബ് ആരോപിക്കുന്നവരായിരുന്നു. എന്തിന്? ബിംബത്തിന് ഇബാദത്ത് ചെയ്യുന്നതിന്. മനസ്സിലായില്ല? ചിന്തിക്കണം. ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കണം. വറക്ക ആരായിരുന്നുവെന്നാൽ അദ്ദേഹം, മനസ്സിലായില്ലേ, അദ്ദേഹം അദ്ദേഹം ഐബാക്കിയിരുന്നു. ആരെ? അഹ്ല മക്ക, മക്കക്കാരെ. ഇബാദത്തുഹും, അവരെ ഇബാദത്തിന്, ലിൽ അസ്നാമി, ബിംബങ്ങൾക്ക്, വസുജൂദിഹിം. മനസ്സിലായില്ല? അദ്ദേഹം മക്കക്കാരെ മേൽ ഐബ് പറഞ്ഞിരുന്നു. ഇബാദത്തും, അവരെ ഇബാദത്തിനും, വസുജൂദഹും, അവരെ സുജൂദിനും. എന്തിന് സുജൂദ് ചെയ്യുക? ലിൽ ഔസാനി, ബിംബങ്ങൾക്ക് മക്കക്കാര് സുജൂദ് ചെയ്യുമ്പോൾ, അതിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും ഐബാക്കി പറയുന്ന ആളായിരുന്നു ആര്? വറക്ക. ഈ വറക്കയാണ് മുസ്തശാർ. ആരുടെ? ഏത് വിഷയത്തിൽ മുശാവറ നടത്തുക? ആരോടാണ്? വറക്കയോട്. അപ്പോൾ സ്വാഭാവികമായും ശിർക്ക് ചെയ്യാത്ത പെണ്ണിലേക്കാണ് നബി ചേരുന്നത്. എന്താണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ ശിർക്കിന്റെ പഞ്ചകനാണ് മുഹമ്മദ് മുസ്തഫ. ബിംബങ്ങൾക്കുള്ള കൊടികുത്തി വാഴുന്ന ബിംബങ്ങൾക്ക് ഒരിക്കലും സുജൂദ് ചെയ്യരുത് എന്ന് ലോകത്ത് എക്കാലത്തെയും പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാനാണ് ആര്? മുഹമ്മദ്. ആ മനുഷ്യൻ തന്നെക്കാൾ 55 വയസ്സ് കൂടുതലുള്ള പെണ്ണ്, 55ാമത്തെ വയസ്സിൽ തന്നെക്കാൾ 15 വയസ്സ് കൂടുതൽ ഖദീജ ബീവിക്ക് 55 വയസ്സാകുന്ന സമയത്താണ് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഖദീജ ബീവി ഈ 55 വയസ്സിൽ ഈ പണി ചെയ്തിട്ടില്ല. ഏതൊരു കാര്യമാണോ ജിബ്രീൽ മുസ്തഫ നബിയോട് വന്ന് പറയുന്നത്, ആ കാര്യം ജീവിതത്തിൽ ചെയ്യാത്ത ആളാണ് ആര്? ഖദീജ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ചേരേണ്ട പെണ്ണെന്നെ ഖദീജ. ഖദീജക്ക് തിരുത്താനില്ല. അപ്പോൾ വളരെ അടിസ്ഥാനമുള്ള കൊടിയാണത്. വളരെ അടിത്തറയുള്ള മുരടാണ്. ആരുടേത്? ഖദീജ. നന്നാക്കിയതല്ല, നന്നായതാണ്. നന്നാക്കിയിട്ട് നന്നായതല്ല. ഇത് ചിന്തിക്ക്. ഇതിൽ വളരെ വലിയ ആഴം കിടക്കുന്നുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഖദീജ ഇവർ തമ്മിലുള്ള ഈ ബന്ധം? എത്ര തറവാട്ടുകാരായ പിള്ളേര്, ചെറുപ്പക്കാരും അല്ലാത്തവരും കന്യാൻ അന്വേഷിച്ചിട്ടുണ്ട്. ആരെ? ഖദീജ. അപ്പോഴെല്ലാം ഖദീജ പറയാം, മാ ഉരീദു സിവാജ, എനിക്കിപ്പോ കല്യാണ ഉദ്ദേശമില്ലാണ്. മനസ്സിലായില്ല? മക്കായുടെ മരുഭൂ മൈതാനങ്ങളിൽ വെന്നിക്കൊടി പാർപ്പിച്ച കായിക അഭ്യാസികള്, പണക്കാര് പലരും വന്ന് വിവാഹാന്വേഷണം നടത്തുന്നുണ്ട്. ആരോട്? ആരോട്? ഖദീജയോട്. ഹംസ റളിയല്ലാഹു അൻഹു വരെ തിരിഞ്ഞിട്ടില്ല. പണ്ട് ഞാൻ ഫാത്തിമ ബീവിയെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. ആര്? സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താ നിങ്ങൾ ഉറങ്ങുന്നത്? അപ്പോ പറഞ്ഞില്ലേ ആയിട്ടില്ല എന്നാണ്. ഒഴിവാക്കണില്ലേ? ആരെ? സിദ്ദീഖ് തങ്ങളെ ഒഴിവാക്കണില്ലേ മുസ്തഫ റസൂലുള്ളാഹ്? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്തുകൊണ്ട്? ഫാത്തിമ വേറിട്ട ഒരു സാധനമാണ്, ഒരു കുട്ടിയാണ്. അതിന് റസൂലുള്ളാഹിന്റെ മടിയിൽ വളർന്ന ആളെന്നെ വേണം. റസൂലുള്ളാഹിന്റെ മടിയിൽ വളർന്ന മോനാണ് ആര്? അലി. ഹംസ റളിയല്ലാഹു അൻഹു ബില്ലാളി വീരനാണ്. എവിടത്തെ? ഇത്
ഇതിൽ പഠിക്കാനല്ലേ നിങ്ങൾ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി, ഇത് നിങ്ങൾ ചിന്തിക്കി. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നത്? കുട്ടി, നിങ്ങൾ ഈ പാട്ടുകാർ പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ ഉള്ള പ്രശ്നം, പുതിയ തലമുറക്ക് പ്രേമങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും ഒളിച്ചോട്ടങ്ങൾക്കും ധാർമ്മികവൽക്കരണം വരുത്തുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അതാണ് അഡർലോ പോലെയുള്ള പ്രേമ സിനിമകൾ ഖദീജ ബീവിയെ നാശമാക്കുന്നതിന് പിന്നിലുള്ളത്. അവർ അതിനെ തിരുത്തി കൊടുക്കാൻ ഒരു വർക്ക് ഇവിടെ വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അഡർലോ പോലത്തെ സിനിമകൾ നാശമാക്കിയ ഭൂമിയിൽ യഥാർത്ഥ ഖദീജയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. ഇത് വളരെ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായില്ല? അവര് കാണുന്ന ഖദീജ എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്ദരനായ മുഹമ്മദിൽ ആകൃഷ്ടയായ പെണ്ണാണ്. മുഹമ്മദ് എന്ന ആൾ ആരുമാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പണക്കാരത്തിലെ പണം മോഹിച്ചു വന്ന ആളുമാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത്? ഒരാള് മാംസത്തെ കുതിച്ചു, ഒരാൾ പണത്തെ കുതിച്ചു. ഇന്ന് ഭൗതികവാദികൾക്ക് ഇത് രണ്ടാണ് ആവശ്യമുള്ളതും. എന്താണ് ഒന്നും ഉറങ്ങല്ല കുട്ടിയെ. ഇതിന്റെ വസ്തുത മനസ്സിലാക്കി നിങ്ങൾ. ഇന്നിപ്പോ ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. എവിടെയും ചർച്ചതാ. ഒരു കൊല്ലമായി ഖദീജ ബീവിയെ പറ്റി ചർച്ച കേരളത്തിൽ. അതിന് കാരണം എന്താണ്? ഒരു സിനിമക്കാർ കൊണ്ടുവന്ന പാട്ട്. ആ പാട്ടിന്റെ ഇതിവൃത്തം എന്താണ്? മാംസദാഹിയായ മുഹമ്മദ് എന്നാളുടെ മാംസദാഹിയായ യൗവനദാഹിയായ ഒരു പെണ്ണിനെയാണ് ആ സിനിമക്കാർ അവതരിപ്പിച്ചത്. അത് നമ്മൾ അങ്ങനെ തന്നെ പാടി നടക്കും ചെയ്തു. ഒരാൾ പെണ്ണെ തന്റെ കാമപൂരണത്തിന് ഉതകുന്ന തണ്ടു തടിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ മോഹിച്ചു പണം കാട്ടിയിട്ട്. ആണോ? പണോ മോഹിച്ചു? ആണിന് വേറെ പെണ്ണ് കിട്ടാത്തോണ്ടല്ല. ആണ് എന്ത് മോഹിച്ച്? പണം മോഹിച്ചു. ഇന്നത്തെ സൊസൈറ്റിക്ക് രണ്ട് സാധനമാണ് ആവശ്യം. ഒന്നെന്ത്? പണം. പിന്നെന്ത്? പെണ്ണ്. കാമപൂരണം. പണം, കാമപൂരണം എന്ന ആധുനിക ആശയങ്ങളുടെ ഇതിവൃത്തത്തെ ധാർമ്മികവൽക്കരിക്കുകയാണ് അഡർലോ പോലെയുള്ള സിനിമകൾ ചെയ്യുന്നത്. അവിടെ നിന്നാണ് പുതിയ തലമുറ ഖദീജ ബീവിയെ ഉൾക്കൊള്ളുക. അതിനൊരു തിരുത്താണ് നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ട് ഖദീജയെ എത്ര മുരട്ടെന്ന് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഖദീജ പൂർണ്ണമായി ആർക്കേ ഒക്കൂ? റസൂലുള്ളാഹിയെ ഒക്കൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണം കഴിക്കണം. അത് പക്വതയുടെ ഭാഗമാണ്. എന്നിട്ട് ആ പുതിയാപ്പള മരിക്കണം. മരിച്ചല്ലോ. രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല? ഉണ്ട്. അപ്പുരാപ്പളെ മരിച്ചു. തിക്താനുഭവങ്ങൾ, വേദനകൾ, മക്കളെ പോറ്റിയ ഉമ്മ, എല്ലാം കൂടെ ആയി പെണ്ണിനെ ആരാക്കി മാറ്റിയത്. ഭയങ്കര വിവേകി, കരുത്ത്. ഒരു നിലക്ക് പുതിയാപ്പളയെ പോലും സമാധാനിപ്പിക്കുന്ന കരുത്ത്. അല്ലെങ്കിൽ പെണ്ണ് ഫിറാശാണ്. ജൂതൻ എന്താ കഅബാലയത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും ആ പ്രവാചകനെ വിരിപ്പാകാനുണ്ടെങ്കിൽ വിരിപ്പായിക്കോളൂ. എന്റെ വിരിപ്പ് ഉവയാണ്. ഏത് ബുദ്ധിമുട്ടിയ കുഴഞ്ഞാലും തല ചൂടായാലും ഒരാൾക്ക് അഭയം തേടാനുള്ളത് എന്തിനാ? വിരിപ്പൊരാൾക്ക് കുളിൽ കൊടുക്കണം. ഇവിടെ വിരിപ്പാക്കാനായി പെണ്ണ് ഈ 15 വയസ്സ് കൂടുതലില്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിൽ വിരിപ്പാകാൻ ആർക്ക് കഴിയില്ല? ഖദീജക്ക് കഴിയില്ല. മദീനയിൽ അൻസാർ ഉണ്ടോ? അവിടെ ഖദീജന്റെ ആവശ്യമല്ല. മദീനയിൽ ഖദീജയുടെ ആവശ്യമല്ല. അവിടെ ആരുണ്ട്? അൻസാറുണ്ട്. മദീനയിൽ അൻസാർ ചെയ്ത പണിയാണ് മക്കയിൽ ആര് ചെയ്യുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹാ. പിന്നെന്താ ഉണ്ടായത്? ഖദീജ മരിച്ചു. ഖദീജ മരിച്ചത് കൊണ്ടാണ് എന്തുണ്ടായത്? ഹിജ്റ ഉണ്ടായത്. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ടില്ലെങ്കിൽ എന്തിന് ചാൻസ് ഇല്ല? ഹിജ്റക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് മക്കയിൽ 3/4 ഭാഗമായപ്പോൾ ആര് മരിച്ച്? ഖദീജ മരിച്ചുപോയി. ഖദീജ മരിച്ചപ്പോൾ ഇതുപോലൊരു അഭയമില്ല. എന്തഭയം? ശരീരം കൊണ്ടും ധനം കൊണ്ടും. ഏറ്റവും പ്രതിസന്ധിയുള്ള സമയമാണത്. ധനം കൊണ്ടും ശരീരം കൊണ്ടും വിരിപ്പായും ധനം കൊടുത്തും അൻസാറായും വിരിപ്പായും സഹായിക്കുന്ന ഒരാൾ പിന്നെ ഇല്ലാതായി. അപ്പോൾ അഭയം തേടേണ്ടി വന്നു. അഭയം തേടിപ്പോയി ത്വായിഫിലേക്ക്. അവർ സ്വീകരിച്ചില്ല.
അപ്പോൾ പിന്നെ അൻസാറിന് വേണ്ടി വന്നു. അതുകൊണ്ട് മദീന ഉണ്ടായി. അപ്പോൾ ഖദീജയുടെ മരണം കൊണ്ടാണ് എന്തുണ്ടായത്? ഹിജ്റ ഉണ്ടായത്. ചിന്തിക്ക്. പിന്നെ അവിടെ വിവാഹങ്ങൾ ഉണ്ടായി. ഈ വിവാഹങ്ങൾ ബന്ധങ്ങളെ സുദൃഢമാക്കലിന്റെ ഭാഗമാണ്. ഒക്കെ ധനം കൊടുക്കാൻ അവിടെ ആരുണ്ട്? അൻസാറുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക, ഹിദ്മത്ത് ചെയ്യുക. പിന്നെയോ റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് കൊടുക്കുക. മനസ്സിലായില്ലേ? അതിനപ്പുറം ആ പെണ്ണുങ്ങൾക്ക് ചെയ്യാനില്ല. കാരണം അവരൊന്നും ആരല്ല, പല പൈസക്കാരൊന്നും അല്ല. അതിന്റെ ആവശ്യം അവർക്ക് അവിടെ ഇല്ല. അവിടെ റസൂലുള്ളാഹിക്കാരുണ്ട്, അൻസാറുണ്ട്. ഇവിടെ ഒരാളില്ല. അതുകൊണ്ട് ആയിരക്കണക്കായ അൻസാർ മദീനത്ത് ചെയ്ത പണിയാണ് മക്കയിൽ ആര് ചെയ്യുന്നത്? ഖദീജ ചെയ്യുന്നത്. അത് ഖദീജ പിന്നെ പഠിച്ച പോരാ, പഠിച്ച് പാകപ്പെട്ട മണ്ണിലേക്ക് റസൂലുള്ള വന്നതാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ച പെണ്ണാണ് നേരത്തെ തന്നെ ആര്? ഖദീജ. അതാണ് അഹ്ലു ബൈത്തിന്റെ ഉമ്മയും. അവര് ശിർക്ക് ചെയ്യൂല. മനസ്സിലായ പറഞ്ഞു. മക്കയിൽ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. റസൂലുള്ള ഖദീജ വഫാത്തായിട്ട് സൗദാ ബീവിയെ കിട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആ കുറഞ്ഞ കാലാണ് ആ വിവാഹ ബന്ധം. അപ്പോഴത്തേന് എങ്ങോട്ട് പോകുന്നു? ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു അണത്തുണ വേണം എന്ന നിലക്ക് മാത്രം സൗദാ ബീവിയെ കിട്ടി. മക്ക ജീവിത കാലത്ത് ഖദീജ ബി വഫാത്തായിട്ട് പിന്നെ ആയിഷ ബീവി വരെ റസൂലുള്ളാഹിക്ക് വരുന്നത് എവിടുന്നാണ്? അവരൊക്കെ വീട്ടിൽ കൂടി അവരൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരായി, യഥാർത്ഥത്തിൽ ഭാര്യമാരായി തീരുന്നത് എവിടെ വന്നിട്ടാണ്? മദീന വന്നിട്ടാണ്. അവർക്ക് കൂടുതൽ ദൗത്യമല്ല. എന്താ ദൗത്യം? നബിയിൽ നിന്ന് പഠിക്കുക, പകർത്തുക. എന്നാ ഇവരെക്കാളൊക്കെ പണ്ഡിതയാണ് ഖദീജ. പക്ഷേ പാണ്ഡിത്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന പീരീഡ് അല്ല മക്കയുടെ പീരീഡ് അഭയം കൊടുക്കുന്ന പീരീഡാണ്. മനസ്സിലായില്ല? അഖീലത്ത് ഖുറൈശായ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഏറ്റവും വലിയ പണ്ഡിത ആയിഷ ബീവിയാണെന്നാണ് അഭിപ്രായം. അതിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? മദനി ജീവിതകാലത്ത് ഖദീജ ഇല്ലാത്തതുകൊണ്ടാണ്. ഖദീജ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിത ഖദീജ ആയിരിക്കും. നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ആര് മരിച്ച്? പറകുട്ടി, നിയമങ്ങൾ വരും. നിയമങ്ങളൊക്കെ ഏത് കാലത്താണ്? മദീനാവാസ കാലത്താണ് വരുന്നത്. നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ മദീനാവാസ കാലത്താണ് വരുന്നത്. മക്കവാസ കാലത്തിന്റെ മുക്കാൽ ഭാഗമായപ്പോഴത്തേന് ആര് മരിച്ചുപോയി? ഖദീജ മരിച്ചുപോയി റളിയല്ലാഹു അൻഹ. ഖദീജ മരിക്കുമണം അനിവാര്യമാണ്. ഭയങ്കര പാഠമുണ്ട് ഇതില്. ഭയങ്കര പാഠമാണ്. ഖദീജ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അല്ലാഹു അർശിന്റെ അധിപതിയായ റബ്ബ് തെരഞ്ഞെടുത്ത ആളാണ് ഖദീജ. അതിന് പകരം ഒരാളില്ല. റസൂലുള്ളാഹിന്റെ ദൗത്യം ദീനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഖദീജയേക്കാൾ സുന്ദരിമാരെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും റസൂലുള്ള പ്രശംസിക്കണില്ല. റസൂലുള്ള പ്രശംസിക്കുന്ന ആരെയാണ്? ഖദീജയാണ്. 2 ഭർത്താക്കന്മാരെ കീഴിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിട്ട് അവർ മരിച്ചിട്ട് വിധവയായ പെണ്ണാണ് ആര്? എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപ്പക്കാരിയായ ആയിഷ തന്റെ കൂടെ ഉണ്ടായപ്പോൾ പോലും റസൂലുള്ള പ്രശംസിക്കുന്നത് ആരെയാണ്? എന്തുകൊണ്ട്? ഇങ്ങനെ ദീനിന് ഉപകാരമുള്ള ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല. മറ്റവരൊക്കെ എല്ലാം ഉണ്ടായ കാലത്ത് വന്നതാണ്. ഉദാഹരണം പറയാം. സ്വഹാബികൾ 2 തട്ടിലാണ്. ഒന്ന് മക്ക ഫതഹിന് ശേഷം മുസ്ലിമായത്, ഒന്ന് മക്ക ഫതഹിന് മുമ്പ് മുസ്ലിമായത്. ഇവർ 2 കൂട്ടർ ഒരുപോലെ ആവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മക്ക ഫതഹ് കഴിഞ്ഞ മുസ്ലിമായവരും മക്ക ഫതഹിന് മുമ്പ് മുസ്ലിമായവരും ഒരുപോലെയല്ല. മക്ക ഫതഹിന് ശേഷം മുസ്ലിമാകൽ ആർക്കും കഴിയും. കാരണം ഇത് ജയിക്കുന്ന പാർട്ടിയാണ് ഉറച്ച്. കഅബ വരെ ശുദ്ധീകരിച്ച് അവിടെയുള്ള ബിംബങ്ങളെ വരെ ഒഴിവാക്കി. ഇനി അന്ത്യനാൾ വരെ ഇവിടെ ശിർക്കിന്റെ ഒരു പണിയും നടക്കൂലെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായ ആളുകൾക്ക് വരാം. അങ്ങനെയാണ് വന്നതും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു. മക്ക ഫത്ഹ് വന്നപ്പോൾ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ, കൂട്ടം കൂട്ടായി വന്നു. ജയിച്ച പാർട്ടിക്ക് എല്ലാവരും പിന്തുണ കൊടുക്കും. മനസ്സിലായോ പറഞ്ഞത്? മുമ്പ് പിന്തുണ കൊടുക്കുന്നതും പിമ്പ് പിന്തുണ കൊടുക്കുന്നതും ഒരുപോലെയല്ല. റസൂലുള്ളാഹിക്ക് സഹായികൾ ഇല്ലാത്ത കാലത്ത് എല്ലാമായി നിന്ന ഖദീജയും റസൂലുള്ളാഹിക്ക് എല്ലാവരും ഉണ്ടായ കാലത്തുള്ള ഭാര്യമാരും ഒക്കെ പേര് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെങ്കിലും അവരെന്തല്ല, സമമല്ല കുട്ടി. അതുകൊണ്ടാണ് വേറൊരു ഭാര്യയിൽ പരമ്പരയില്ലാത്തത്. ഇത് മോരട്ടൻ ഉണ്ടാവണം. മോരട്ട ഖദീജയാണ്.
നിങ്ങൾ തലയൊക്കെ കയറിയെങ്കിലേ എനിക്കിതിൽ ഉപകാരമുള്ളൂ. ഞാൻ ഇത് പഠിച്ചു പറയാണ്. റസൂലുള്ളാഹിക്ക് എല്ലാവരുള്ള കാലത്ത് ഭാര്യമാരായവരാണ് ആയിഷ ബിബി അടക്കൊക്കെ. റസൂലുള്ളാഹി ആരുമില്ലാത്ത കാലത്ത് റസൂലുള്ള തന്നെ ഞാൻ എന്താകുമെന്ന് പേടിച്ച കാലത്ത് നിങ്ങളൊന്നാവൂല, നിങ്ങളെല്ലായിരിക്കും മിണ്ടാൻ അവിടെ ഇരുന്നോളൂ പറഞ്ഞ ആളാണ് ആര്? ഖദീജ ബിബി. ഇന്നി ഖശീതു അൻ അകൂന കാഹിനൻ, ഞാനൊരു ജ്യോത്സ്യനാകുമോ എന്ന് പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഇന്നി അറാ സൂറത്തൻ വഅസ്മഉ സൗത, ഞാൻ എവിടേക്ക് ഇറങ്ങിയാലും ഒരു രൂപം എന്നെ പിന്തുടരുന്നു, ഞാൻ എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇന്നി ഖശീതു അൻ അകൂന ഇന്നി അഖ്ഷ അൻ അകൂന കാഹിനൻ, ഞാനൊരു ജ്യോത്സ്യനായി പോകുമോ എന്നാണ് എൻ്റെ പേടി. വഅബ്ഗളുൻ നാസി ഇലയ്യ ഹാദിഹിൽ ഖുഹാൻ, എനിക്കാകട്ടെ ഏറ്റവും ദേഷ്യം ഈ ജ്യോത്സ്യന്മാരോടാണ്. ഇപ്പൊ ഞാൻ തന്നെ ജ്യോത്സ്യനാവുമോ എന്നാണ് എൻ്റെ പേടി. ആരോട് വന്ന് പറയാം? അപ്പൊ പറയാം തലസ്തരിക്കായി, നിങ്ങൾ ഒരിക്കലും ചോദിച്ചാൽ വാങ്ങുള്ള നിങ്ങളൊന്നാൻ നബിയായിരിക്കും. ഇത് പറയണ ഒരാൾക്ക് നേരത്തെ ബോധം വേണ്ടേ? ഇത് പറഞ്ഞത് ആരാ? അതാണ് അഹ്ലുൽ ബൈത്തിന്റെ ഉമ്മ. ആ ഉമ്മാന്റെ കുട്ടിയാണ് ഫാത്തിമ. വേറെ പെണ്ണുങ്ങളില്ലേ? ആ പെണ്ണുങ്ങളിൽ നിന്ന് കുട്ടികളുണ്ടായി അങ്ങനെ ആവൂല. അങ്ങനെ പരമ്പര നിലനിൽക്കാൻ പാടില്ല. ലോകത്തിനൊരു ഉപകാരം അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. ഈ ഖദീജ ബീവിയുടെ പൊന്നുമോളാണ് ആര്? ഫാത്തിമ. ഖദീജ ബീവി മടിത്തട്ടിലിട്ട് വളർത്തിയ കുട്ടിയാണ് ആര്? അലി. അലി ഒരു കൈയിലേക്ക് ചേർത്തതാ. നിങ്ങൾക്ക് മനസ്സിലായി? രണ്ടും ആരെ കുട്ടികളാ? ഖദീജയുടെ കുട്ടികളാ. മനസ്സിലായില്ല? അബൂ ത്വാലിബിന് ഞാൻ സൗകര്യം കിട്ടിയിട്ടാണെങ്കിൽ ആ ഭാഗത്തേക്ക് വരാം. അബൂ ത്വാലിബിന് ദാരിദ്ര്യം വന്നപ്പോൾ ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി ഒരു കുട്ടിയെ റസൂലുള്ള പൊരയൊക്കെ എടുത്ത് കൊന്നു. ഖദീജ ബീവിന്റെ വീട്ടിലാകട്ടെ ഭക്ഷണവും കാര്യവും നിയമത്തും എമ്പാടുണ്ട്. അവിടെ ഭക്ഷണവും കാര്യവും കുറവാണ്. ഖുറൈശികളാകെ ഭയങ്കര കാഠിന്യത്തിൽപ്പെട്ടതാണ്. അന്ന് 2 നേരം റൊട്ടി തിന്നാൻ പറ്റിയ വീട് ആരുടേത് മാത്രമാണ്? ഖദീജാവിനെ പോലത്തെ കുറഞ്ഞ ആളുകളെ പോലെയില്ലേ അന്ന് 2 നേരം റൊട്ടിയുള്ളൂ. ഇതിൽ സാധുവായ കുട്ടിയാണ് ആര്? അലി. മനസ്സിലായോ പറഞ്ഞത്? ഒരു കുട്ടിയെ അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തു, ജാഫറിനെ. ആര്യങ്ങൾ കൊണ്ടേക്കൂടും, അഖീലിനെ എന്റെ ഒപ്പം നിർത്തണമെന്ന് അബൂ താലിബും പറഞ്ഞു. അഖീൽ പറഞ്ഞാൽ അബൂ താലിബിന് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാ അഖീൽ. മനസ്സിലായില്ല? അഖീലിനെ കൂടെ നിർത്തി ആര്? അബൂ താലിബ്. അലി ആർക്ക് കൊടുത്ത്? റസൂലുള്ളാഹിക്ക് കൊടുത്ത്. ജാഫറിനെ ആർക്കും കൊടുത്ത്? അബ്ബാസ് തങ്ങൾക്കും. അബ്ബാസും അത്യാവശ്യം പൈസക്കുള്ള ആളാണ്. ദരിദ്രനാണ് ആര്? അബൂ താലിബ്. ഞാൻ ആ ഭാഗത്തേക്ക് സൗകര്യം കിട്ടിയാൽ വരാം. ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് ഞാനത് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ കുട്ടിയെ റസൂലുള്ള എടുത്തു കൊണ്ടുവരും. ആരെ വീട്ടിൽ നിന്ന്? അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവരും, അലിയെ കൊണ്ടുവരും. എന്നിട്ട് ഖദീജ കൊടുക്കും. ഖദീജ കുട്ടിയെ പോലെ പോറ്റിക്കണം. ദാരിദ്ര്യം കാരണം ഞാൻ അളാപ്പന അവിടുന്ന് കൊണ്ടുവന്നതാണ്. കൂട്ടിപ്പിടിച്ച് പിന്നെ സ്വന്തം കുട്ടിയാക്കി പോറ്റിയാണ് ആര്? ഖദീജ. അപ്പൊ ഖദീജാന്റെ സ്വഭാവം ഈ കുട്ടിക്ക് ഉണ്ടാവും. ഖദീജ ബിംബത്തിന് മുമ്പിട്ടില്ല, അതുകൊണ്ട് അലി ബിംബത്തിന് മുമ്പിട്ടില്ല. ഖദീജക്ക് തോന്നിയാസം എന്താണെന്നറിയില്ല, അതുകൊണ്ട് തോന്നിയാസം ഖദീജന്റെ കുട്ടിയൊക്കെ അറിയില്ല. അതുകൊണ്ടാണ് ഫാത്തിമാക്ക് അലി കുഫായത്. വേറെ തറവാട്ടിൽ നിന്നാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇത് സ്വാഭാവികമായ ശുദ്ധീകരണം വന്നിട്ടുണ്ട്. ഇത് രണ്ടിന്റെ ഉമ്മ ആരാണ്? പറയാ, ആരാണ്? ഖദീജയാണ് കുട്ടിയെ. എന്തൊക്കെയാണ് ഖദീജ ബീവി ചെയ്തത് എന്ന് ചിന്തിക്കുക. ഖദീജ ബീവി ചെയ്തിട്ടുള്ള ഒരു നമ്മൾ അതിനങ്ങോട്ട് പഠിച്ചു നോക്കിയാല് അത്ഭുതകരമാണ്. എന്നിട്ട് എഴുതാൻ വാക്കില്ല എത്ര ചില ചരിത്രകാരന്മാർക്ക്. മലയാളത്തിൽ ഖദീജ ബീവിയെ പറ്റി ഇറങ്ങിയ പുസ്തകങ്ങൾ 10 പേജ്, 15 പേജ്, 20 പേജ്, 30 പേജ്. സത്യത്തിൽ എത്രയാണ് ഈ മഹദിയെ പറ്റി എഴുതേണ്ടത്? എന്താണ് ഇവരെ അവസ്ഥ? എന്താണ് അവരെ ചരിത്രം? ഇത്രയേറെ ചരിത്രം കാണാതെ പോയ ഒരു മഹദി ഉണ്ടാവില്ല. എന്നാൽ അവരെ പോലെ മഹദി ഉണ്ടാവില്ല. അതിന് ഞാൻ 2 ന്യായങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അഖീലത്താണ്, ബുദ്ധിമതിയായതുകൊണ്ട് സ്വാഭാവികമായും ബുദ്ധിയോട് യോജിക്കാത്തതാണ് എന്ത്? ബിംബത്തിൽ. പിന്നെ അവർക്കൊരു മുഅല്ലിമിനെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പൈസ ഉള്ളവരല്ലേ? മനസ്സിലായില്ല? ഒരാൾക്ക് സ്വന്തമായി ഒരു ഫാമിലി ഡോക്ടറെ ഉണ്ടാക്കാം. പൈസക്കാര് എല്ലാരെ പോലെയാണോ? അവർക്ക് എന്തുണ്ടാവും? ഒരു ഫാമിലി കൺസൾട്ടന്റ് ഉണ്ടാവൂലേ? മനസ്സിലായില്ല? മക്കയിലെ വലിയ പൈസക്കാരത്തി പെണ്ണാണ് ആര്? ഖദീജ. അപ്പോൾ വിഷയങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കും. അന്വേഷണത്തിൽ അന്ന് മക്കയിൽ ജീവിക്കുന്ന വേദ പണ്ഡിതനാണ് ആര്?
വറക്കയോട് അന്വേഷിക്കുക. വറക്ക ലം യുശ്രിക് ബില്ലാഹി അബദാ, ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളാണ് ആര്? വറക്കയിൽ നമ്മുടെ മുശാവറ നടത്തിയിട്ട് ഒരു കാര്യം ഖദീജ ചെയ്യുള്ളൂ. അപ്പൊ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഹനീഫത്താണ്. ഹനീഫത്ത് എന്ന് പറഞ്ഞാൽ സംശുദ്ധ. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമവാതി വൽ അർള ഹനീഫൻ. ഹനീഫത്താണ് ആര്? ഖദീജ ഹനീഫത്താണ്. ഹനീഫത്താണ് സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന പെണ്ണിനാണ് ഹനീഫത്ത്. ആണിന് ഹനീഫ് എന്ന് പറയും, പെണ്ണിന് ഹനീഫത്താണ്. അപ്പൊ ഖദീജ ആരാണ്? ഹനീഫത്താണ്. ഖബല ബിഅദത്തി മുഹമ്മദ്. പുണ്യ റസൂൽ നബിയാവുന്നതിന് മുമ്പ് തന്നെ ഹനീഫത്താണ് ഖദീജ. അതിന് ഖദീജയെ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് അഖ്ല്, 2 മുസ്തശാർ. ആരാ മുസ്തശാർ? വറക്ക. ഇതന്നെ വറക്കയാകട്ടെ മക്കക്കാരെ ആക്ഷേപിച്ചിരുന്നു. ഖുറൂജിഹിം അല ദീനിൽ ഖദീം ദീൻ അബീഹിം ഇബ്രാഹിം വ ഇസ്മാഈൽ الذي دعا الى الله الى عباده الله وحده لا شريك له. അല്ലാഹു അല്ലാത്ത ഒരു ബിംബത്തിനും കുമ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും മാർഗം ഉപേക്ഷിച്ചതിന്റെ പേരിൽ മക്കക്കാരെ സൗകര്യം കിട്ടുമ്പോഴെല്ലാം ആക്ഷേപിക്കുന്ന ആളായിരുന്നു ആര്? വറക്ക. ആ വറക്കയാണ് ഫാമിലി കൺസൾട്ടന്റ് ആരുടെ? ഖദീജ ബീവിയുടെ റളിയല്ലാഹു അൻഹാ. അതന്നെയാണത്. അപ്പൊ ഖദീജ ബീവിയെ പോയി പിന്നെ പഠിപ്പിച്ച് ലെവലാക്കേണ്ടതില്ല. നബിക്കാദ്യം സ്വന്തം കുടുംബത്തിനെ പഠിപ്പിക്കേണ്ടി വന്നില്ല. കുടുംബം പടിഞ്ഞ് നടക്കുകയാണ് നബിയുടെ കൂടെ. അതുകൊണ്ടാണ് ഈ നബിയെ തെരഞ്ഞെടുത്തതും. അതിന് പറ്റിയ പെണ്ണാണ് ആര്? ഖദീജ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഖദീജയെ തെരഞ്ഞെടുത്തത്. അവരമ്മയുടെ ആശയപരമായ യോജിപ്പ് നേരത്തെ തന്നെ ഉണ്ട്. അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല. 15 കൊല്ലം മുമ്പ് തന്നെ ആശയപരമായ യോജിപ്പ്, ഈ കാട്ടിക്കൂട്ടൊന്നും ശരിയല്ല എന്ന ധാരണ ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. ആർക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം തേടി ഹിറാ ഗുഹയിൽ പോകുന്നത്. ആ ഹിറാ ഗുഹയിൽ പോകുന്ന ഭർത്താവിനെ ആക്ഷേപിക്കണില്ല ഖദീജ ബീവി. ആലോചിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നബിയാക്കി തെരഞ്ഞെടുക്കട്ടെ. ഇങ്ങോട്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിക്കോട്ടെ, കച്ചവടം ഞാൻ നടത്തിക്കോളാം എന്നാണ് ആരെ ധാരണ? എനിക്കൊറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ സമൂഹത്തിനെ ഒരാളെ വിട്ടുകൊടുക്കാണ്. ഈ സമൂഹം അങ്ങനെ പോകാൻ പാടില്ല എന്ന വിശ്വാസക്കാരിയാണ് ആര്? ഖദീജ. അതുകൊണ്ടല്ലേ ഭക്ഷണം എടുത്തിട്ട് പോകുന്ന 9 മൈല് ദൂരാണ് ഭക്ഷണം കൊണ്ട് പോകുന്നത്. എന്നിട്ട് രാത്രി റസൂലുള്ളാഹിന്റെ കൂടെ കഴിയും. ചിലപ്പോൾ രാത്രി റസൂലുള്ളാഹി പറയും, ഖദീജ നിങ്ങൾ പോയിക്കോളൂ. ഖദീജ രാത്രി ഒറ്റയ്ക്ക് തിരിച്ചു വരും. റസൂലുള്ളാഹി ഇബാദത്തിന് പോകും, രാത്രി തിരിച്ചു വരും. അപ്പൊ ധൈര്യം എത്ര വേണം? മനസ്സിലാണ്ട് പറഞ്ഞത്. ആ പെണ്ണിന്റെ ധൈര്യം എത്രേ, ആ പെണ്ണിന്റെ കരുത്തെത്രേ. ഏത് പെണ്ണ്? ഏതോ പെണ്ണല്ല, പരിശുദ്ധാന്ന് ലോകം മുഴുവനും വിധി എഴുതിയ പെണ്ണാണ് ആര്? ഖദീജ. ഖദീജയുടെ ഒരു സ്ഥാനനാമം അത്വാഹിറ, പരിശുദ്ധ. തിന്മയിലേക്ക് വ്യാപൃതരാകാത്ത പെണ്ണാണ് ആര്? ഖദീജ. അപ്പോൾ ഖദീജ പണ്ടേ പ്രൊട്ടക്റ്റഡ് ആണ്. മിൻ മലായികത്തില്ല വമിൻ ജുനൂദില്ല. അള്ളാന്റെ പട്ടാളത്തിനാൽ നേരത്തെ തന്നെ ചുറ്റപ്പെട്ട പെണ്ണാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ചിന്തിക്ക്. ഫലം യുശ്രിക് ബില്ലാഹി അഹദാ ഫലം യുസാഹിറുഹും അബദാ. മക്കക്കാരോട് കൂടെ ഒരു കാലത്തും വറക്ക നടന്നിട്ടില്ല. വബഖിയ അലാ ദീനി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ദീനിന്റെ മേൽ നിലനിന്ന ആളായിരുന്നു വറക്ക. ഫലം യുശ്രിക് ബില്ലാഹി അഹദാ. ഒരാൾക്കും ശിർക്ക് വെച്ചിട്ടില്ല. വഹറമ അലാ നഫ്സിഹിൽ ഖംറാ. വഹറമ അലാ നഫ്സിഹിൽ ഖംറാ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതപരമായ ചടങ്ങുകളിൽ വരെ കള്ളുകുടിക്കും. മതപരമായ ചടങ്ങുകളിൽ ജൂതന്മാരും കള്ളുടിക്കും. എന്ന് കുടിക്കും. ഇവിടെ കുടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേദിയിലേക്ക് വന്ന ഒരു വലിയ പുരോഹിതൻ കള്ളും കുടിച്ച് വന്നത് നമ്മളെ ഒരു വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കോർമ്മയുണ്ട്, ഈ കോഴിക്കോട്ട് ഉണ്ടായിട്ടുണ്ട്. പൊതുവേദിയിലേക്ക് കള്ളു കുടിച്ചു വന്നത് പ്രഗത്ഭനായ ഒരു നേതാവ്, ഒരു മതത്തിന്റെ നേതാവ് ഒരു വേദിയിലേക്ക് നമ്മൾ ആനയിച്ച് കൊണ്ടുവരുമ്പോൾ മാനത്തിട്ട് വയ്യ. അതേ സമയത്ത് കള്ളിനെ സ്വന്തം നഫ്സിന്റെ മേൽ ഹറാമാക്കിയ ആളാണ് വറക്ക. എന്നാ അള്ളാഹ് ഖംറ ഹറാമാക്കിയതിന് നിയമം അന്ന് ഇറക്കിയിട്ടുമില്ല. എന്നാ സ്വന്തം നഫ്സിൽ ബുദ്ധിയോടുകൂടി ആലോചിച്ചിട്ട് ഖംറിനെ ഹറാമാക്കിയ കുറച്ചാളുകൾ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് കള്ള് ഹറാമാണെന്ന് മുമ്പ് അവർക്ക് കള്ള് ഹറാമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് കള്ള് ഹറാമാണെന്ന് നഫ്സിന്റെ മേൽ കള്ള് ഹറാമാക്കിയ ആളാണ് ആര്? ഉമർ ബിൻ ഖത്താബ്. അതുകൊണ്ടാണ് ഉമർ 2ാമത്തെ ആളായത്. അതേപോലെ തന്നെ അവർക്ക് തീരുമാനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവര് സ്വന്തം നഫ്സിന്റെ മേൽ
ഹറാമാക്കിയത്. കള്ള് വേണ്ട, കള്ള് പാടില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് വറക്ക. ആ വറക്കയാണ് ഖദീജയുടെ മുസ്തശാർ റളിയല്ലാഹു അൻഹ. മൈസിറാണ് ചൂതാട്ടം. ചൂതാട്ട കേന്ദ്രങ്ങളുടെ കേന്ദ്രമായിരുന്നു അക്കാലത്ത് മക്ക. പണം വെച്ച് ചൂതാടുക, അങ്ങനത്തെ ഒരു കേന്ദ്രത്തിനും ആര് പോകൂല, വറക്ക പോകൂല റളിയല്ലാഹു അൻഹ. അതെ, അമ്മാവനല്ല മോനെ, ഒരു ഇബ്നു അമ്മ എന്നാണ്. അതായത് ഒരു എളാപ്പാന്റെ ഒരു വകയിലെ പിതൃവ്യന്റെ മോന്. മുതലിൽ നിന്ന് കൊടുക്കേണ്ടത് സാധുക്കൾക്ക് കൊടുക്കുകയും ചെയ്യും. സക്കാത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുത്തിരുന്ന ആളാണ് ആര്, വറക്ക. സക്കാത്ത് നിയമം ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം മുതലിൽ നിന്ന് സാധുക്കൾക്കുള്ള അവകാശം വീട്ടിയിരുന്ന ആളായിരുന്നു വറക്ക റളിയല്ലാഹു അൻഹു. فإذا ما سمع أن أبا يريد قتل ابنته لفقر أو خشية عار, ഒരു ബാപ്പ ദാരിദ്ര്യം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കാരണമോ ഒരു മകളെ കുഴിച്ചുമൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫയഅതി ഇലൈഹി, അയാളടുത്തേക്ക് ചെല്ലും വറക്ക. എന്നിട്ട് കയ്യിൽ വാങ്ങിച്ച ആ പെൺകുട്ടിക്ക് കഫീലത്തായി പൊരയെ കൊണ്ടുവരും. ആര്, വറക്ക. അങ്ങനത്തെ കുട്ടികളെ പോറ്റിരുന്ന് വറക്ക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മക്കൾക്കാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ, എന്ത് ദാരിദ്ര്യം കാരണവും മറ്റുമായിട്ട് അവരെന്ത് ചെയ്യും, പെൺകുട്ടികളെ കുഴിച്ചു മൂടും. വറക്ക കേട്ടാലേ അന്ന അബൻ, ഒരു ബാപ്പ യുരീദു ഖത്ല ഇബ്നതിഹി, തന്റെ മോളെ ലിഫഖറിൻ, ദാരിദ്ര്യത്തിനോ മറ്റോ കാരണമായിട്ട് മകളെ കുഴിച്ചു മൂടാൻ ബാപ്പ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ തഖദ്ദമ ഇലൈഹി, അയാളിലേക്ക് മുന്നിട്ട് ചെല്ലും. കഫാലത്തിൽ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കും. ആര്, വറക്ക റളിയല്ലാഹു അൻഹു. അതാണ് വറക്ക. അപ്പൊ എല്ലാ നിലയുണ്ട്. വിശ്വാസത്തിനും കർമ്മത്തിനും ഒരു ഒത്ത ആളായിരുന്നു ആര്, വറക്ക. ആ വറക്കയാണ് ഖദീജ ബിൻത് മുസ്തശാർ. ഖദീജ വറക്ക പറയാത്തൊരു കാര്യം ഖദീജ ചെയ്യില്ല. അവന്റെ എന്താണ്? അപ്പോൾ ആ പഠിപ്പ്, പൂർണ്ണമായ പഠിപ്പ് കിട്ടിയിട്ടുണ്ട്. വയസ്സായിട്ടുണ്ട്. വയസ്സ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫിൽ വെച്ച് കണ്ടുമുട്ടാണ്. ആരും വറക്കയും റസൂലുള്ളാഹിയും കൂടി കണ്ടുമുട്ടാണ്. ഈനമാ നസൽ വഹയു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിയഹു വറഖത്ത് ബിൻ നൗഫൽ വഹുവ യതൂഫു. കഅബാലയത്തിൽ തവാഫിയാണ് വറക്ക. അപ്പോഴാണ് റസൂലുള്ളാഹിനെ കണ്ടത്. അപ്പോൾ പറഞ്ഞു, ഇബ്നു അഖി, എന്റെ സഹോദരന്റെ മോനെ, അഖ്ബിർനി മിമാ റഅയ്ത വസമിഅത, ഈ കണ്ടതും കേട്ടതൊക്കെ എനിക്കൊന്ന് പറഞ്ഞോണ്ടാ. ഫസാറ മുസ്ലിനാൻ, പറ്റേ വയസ്സായിട്ടുണ്ട് ആർക്ക്, അന്ന് വറക്കത്ത്. ഫഅഖ്ബറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി കണ്ടതും കേട്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു വറക്ക, അപ്പോൾ വറക്ക പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവിന്റെ ഉടമക്കാരനായ റബ്ബാണ് സത്യം, ഇന്നക ലനബിയു ഹാദിഹിൽ ഉമ്മ, നീ ഈ സമുദായത്തിന്റെ നബിയാണ്, ഉറപ്പായിട്ട് നബിയാണ്. തവാഫിനിടയിൽ പറയും. ആര് പറയും? വറക്ക പറയും. എന്നാ കേട്ടോ മോനെ, വലഖദ് ജാഅക നാമൂസുൽ അക്ബറുല്ലദി ജാഅ അലാ മൂസ, മൂസാ നബിക്ക് വന്ന ആ വലിയ നാമൂസ്, ആ വലിയ മലക്കനെയാണ് നിന്റെ അടുത്തും വന്നത്. എന്നാ കേട്ട മോനെ, വല തുഖദബന്ന, നിന്നെ കളവാക്കപ്പെടും, വല തുഖദന്ന, നിന്നെ ബുദ്ധിമുട്ടാക്കപ്പെടും, വല തുഖദന്ന, നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. മനസ്സിലായില്ല? കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ കളവാക്കപ്പെടും, നിന്നെ പരമാവധി ദ്രോഹിക്കപ്പെടും, നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ചോദിക്കും, മൻ, ആരെന്നെ പുറത്താക്കാൻ? കൗമുക, ഈ നാട്ടുകാർ തന്നെ. അപ്പൊ ചോദിക്കും, അവരെന്നെ പുറത്താക്കുമോ? എന്റെ നാട്ടുകാർ എന്നെ അങ്ങനെ തലയിലും കാലിലും വെക്കാതെ കൊണ്ടിറക്കുന്നവരെന്നെ പുറത്താക്കും. അപ്പൊ പറയും, നേര് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ഏതൊരു പ്രവാചകൻ പണ്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവര് പുറത്താക്കിയിട്ടുണ്ട്, നിങ്ങളീ പുറത്താക്കും, ഉറപ്പായിട്ട് പുറത്താക്കും എന്ന് പുണ്യ റസൂലിനോട് ആര് പറയാ? ചിന്തിക്ക്. താങ്കൾക്ക് യുദ്ധം ചെയ്യേണ്ടിയും വരും. നിങ്ങളോട് ഇങ്ങോട്ടും യുദ്ധം ചെയ്യും, നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്യേണ്ടി വരും. ആ കാലത്തെങ്ങാനും ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവാണ്, ഞാൻ നിങ്ങളെ സഹായിക്കും. ആര് പറയും? ദിവസം ഞാൻ എത്തിച്ചിരുന്നുവെങ്കിൽ. അപ്പോഴത്തിന് പറ്റേ വയസ്സായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ ദിവസമാണ്
വറക്ക മരിച്ചു. അല്ലെങ്കിൽ വറക്കന്റെ ദൗത്യം അത്ര തന്നെ ഉള്ളൂ, തിരിഞ്ഞിട്ടില്ല. പിന്നെ ചില്ലറ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആര് മരിച്ചിട്ടുണ്ട്? വറക്ക മരിച്ചു. കൂടുതൽ കൊല്ലം വറക്കുന്നില്ല. വറക്കൊക്കെ ഇത്ര ഉള്ളൂ. എന്ത് മനസ്സിലായില്ല? നിങ്ങളിന്റെ കൂടെ വരണം കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്ത് ചരിത്രത്തിൽ ഇതിനൊരു യാഥാസ്ഥ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ആർക്ക്? വറക്കുള്ളത്. അത് യാഥാസ്ഥ കൊടുത്തു. കുറച്ചാളുകൾ കേട്ടു, ആ നബി തന്നെയാണെന്ന് പറഞ്ഞു. ഇനി വറക്കൊക്കെ അവിടെ ജോലിയില്ല. നബി വരുന്നവരെ തൗഹീദിനെ സംരക്ഷിക്കുക. ഖദീജാവിനെ പോലത്തെ ആളുകളോട് ആള് വരാനായിട്ടുണ്ട്, കാത്തിരുന്നോ എന്ന് പറയാം. നബി വന്നതോടുകൂടെ ഈ ആൾ ആ ആൾ തന്നെയാണെന്ന് പറയാം. ഈ ഉത്തരവാദിത്തം ആർക്കുള്ളൂ? വറക്കൊള്ളൂ. അത് കഴിഞ്ഞു വറക്ക പോയി. ദൗത്യം അത്രയേ ഉള്ളൂ. ദൗത്യം അത്രയേ ഉള്ളൂ. ചിന്തിക്കണം. അപ്പൊ ഹനീഫത്ത് എന്ന് പറയാ. ഹനീഫത്താണ് മഹദിയായ ഖദീജ.